ഉള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മനീഷ് ആനിക്കാട്. തെറ്റാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുവാനും ഒരു ശരിയാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുവാനും ഡോൺ ബർഗ് ന്യൂസിന് ഒട്ടും മടിയില്ല. ശരിയായിരിക്കണം, തെറ്റായിരിക്കണം. കാരണം ഞാനിത് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ അടുത്തിടെ നടക്കാൻ പോകുന്ന കേരളോത്സവത്തിൻ്റെ വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്നാൽ ഇത് അഴിമതി കൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു കേരളോത്സവമാണെന്നും, എന്നാൽ ഇത് ആരെ അറിയിച്ചിട്ടില്ലെന്നും, പെട്ടെന്ന് ഇതിൻ്റെ ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടുകയും ആ കമ്മിറ്റിയിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ സുധികുമാർ നമ്മളോട് സംസാരിച്ചത്. ഇത് വഞ്ചനാപരമായ ഒരു നീക്കമാണെന്നും ഇതിനെ അനുവദിക്കാൻ പാടില്ല, ഇതിനെതിരെ ശക്തമായിട്ട് ഞങ്ങൾ പ്രതിഷേധിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വാഴ പഞ്ചായത്തിനുള്ളിൽ വലിയ ഒരു പ്രതിഷേധമാണ്. വാഴ നട്ട് പ്രതിഷേധിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം എന്തുകൊണ്ടാണ് ഡോൺ ബർഗ് ന്യൂസിനും അറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പഞ്ചായത്ത് മേള കേരളോത്സവമൊക്കെ നടത്തണ്ട എന്ന് ഇവർ തീരുമാനിച്ചതെന്നും കഴിഞ്ഞ 24-ാം തീയതി ആനിക്കാട് പഞ്ചായത്ത് ഭരണസമിതി എടുത്ത തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ കേരളോത്സവം ആനിക്കാട് പഞ്ചായത്തിൽ ഈ വർഷം വേണ്ടെന്നുള്ളതാണ്. അതിന് പഞ്ചായത്ത് കണ്ടെത്തിയ ന്യായങ്ങൾ നമ്മളെ ഇവിടുത്തെ ആനിക്കാട്ടിലെ യുവാക്കളെ അതിശയിപ്പിക്കുന്നതും കൗതുകം ജനിപ്പിക്കുന്നതുമാണ്. എന്തെന്നാൽ മഴ, ആനിക്കാട്ടിൽ ഭയങ്കര മഴയാണ്, അതുകൊണ്ട് ഈ വർഷം കേരളോത്സവം വേണ്ട. പിന്നെ പറഞ്ഞൊരു ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ വരുന്നു. ഈ ആനിക്കാട് പഞ്ചായത്തിൽ മാത്രമേ ഇലക്ഷൻ വരുന്നുള്ളൂ. ഈ കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഇലക്ഷൻ വരുവാണ്. പിന്നെ പറഞ്ഞ ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആളില്ല. ഈ 13 മെമ്പർമാരെ ഇവിടുത്തെ ജനങ്ങളും യുവാക്കളും ചേർന്നിട്ടാണ് തിരഞ്ഞെടുത്ത് ഇവിടുത്തെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. പഞ്ചായത്തല്ലേ ഇതിൻ്റെ ചുമതല ഏറ്റെടുക്കേണ്ടത്. പിന്നെ ആരാ പുറത്തുനിന്ന് അടുത്ത ഗ്രാമപഞ്ചായത്തിൽ നിന്ന് മെമ്പർമാരെ കൊണ്ടുവന്ന് നമുക്ക് എടുക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് തികച്ചും യുവജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ് എടുത്തത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ മണ്ടത്തരമായ ഒരു തീരുമാനം എടുത്തിരുന്നത് പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത തീരുമാനത്തിൻ്റെ പകർപ്പാണിത്. ഈ പ്രാവശ്യത്തെ കേരളോത്സവം വേണ്ട, അടുത്ത ഭരണസമിതിയുടെ തീരുമാനം അവരെ ഏൽപ്പിക്കാൻ വേണ്ടി ഈ ഭരണസമിതിക്ക് എന്ത് അധികാരം ഇരിക്കുന്നത്? അപ്പം വളരെ നിരുത്തരവാദിത്തപരമായിട്ടുള്ളതും യുവജനങ്ങളെ വഞ്ചിക്കുന്നതുമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കേരളോത്സവം വേണ്ടെന്ന്. ഇത് സർക്കാരിൻ്റെ ഉത്തരവാണ്. ജൂലൈ 4-ാം തീയതി വന്ന ഉത്തരവിനെ അവഗണിച്ചുകൊണ്ടെടുത്തൊരു തീരുമാനം ഒരിക്കലും യോജിക്കാൻ ഇവിടുത്തെ ആനിക്കാടിലെ യുവജനങ്ങൾക്ക് കഴിയത്തില്ല. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നമ്മൾ തുടർന്നും ഈ പഞ്ചായത്തിൽ ഉണ്ടായിരിക്കും.